മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷനും ഏറ്റവും വലിയ ഹൈപ്പും ഏറ്റവും വലിയ അഭിപ്രായം സൃഷ്ടിച്ച സിനിമകളിൽ ഒന്നാണ് ഭീഷ്മപർവം എന്ന അമൽ നീരദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം. മമ്മൂട്ടിയെ ഏറ്റവും മികച്ച രീതിയിൽ ഒരുക്കിയ ഒരു മാസ് കഥാപാത്രമായി ഡെവലപ്പ് ചെയ്ത ഒരു ഗംഭീര കഥാപാത്രം. ഈ ചിത്രത്തിന്റെ 2 വർഷം ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയ. അപ്പോഴാണ് മമ്മൂട്ടി ആരാധകർക്ക് സർപ്രൈസ് നൽകിക്കൊണ്ടുള്ള വാർത്തകളും സൂചനകളും ഒക്കെ എത്തുന്നത്. കഴിഞ്ഞ ദശാബ്ദത്തിൽ ഒന്നും തന്നെ മമ്മൂട്ടി ഇത്രയും മികച്ച രീതിയിൽ കൊമേഴ്ഷ്യലി ആരും തന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല. അതെന്തായാലും ഉറപ്പ് തന്നെയാണ്. ഭീഷ്മപർവം എന്ന ചിത്രത്തിലെ മൈക്കിളപ്പൻ എന്ന കഥാപാത്രത്തെ അത്രയ്ക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അമൽ നീരദ് ഒരുക്കി തന്നിരിക്കുന്നത്. ബിഗ് ബി എന്ന ചിത്രത്തിന് ശേഷം മറ്റൊരു ഗംഭീര കഥാപാത്രമാണ് മമ്മൂട്ടിക്ക് നൽകിയതും അത് ഗംഭീര രീതിയിൽ ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ടു എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം. ഈ സിനിമയിലെ ഓരോ സീനിനും ഓരോ ഇമ്പാക്റ്റ് ആണ്. അതിൽ തന്നെ ഒരു സീനാണ് ഈ സീൻ. അത്ര നേരം തൊണ്ട കയറി ഒച്ച വെച്ചുകൊണ്ടിരുന്ന ഷൈൻ പെട്ടെന്ന് സൈലന്റ് ആവുന്നു. സ്ക്രീനിൽ മമ്മൂട്ടിയെ കാണിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോരിത്തെരിപ്പുണ്ട്. രോമാഞ്ചത്തിന്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം. അത്രത്തോളം കോരിത്തെരിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനോട് കൂട്ടിച്ചേർക്കുന്ന ഒരു സീൻ കൂടിയുണ്ട്. നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ഒരു പക്ക ഗൂസ്പംസ് ഉണ്ടാകുന്ന ഒരു സീനായിരുന്നു ഭീഷ്മപർവം എന്ന ചിത്രത്തിലെ ഈ സീൻ. 2 വർഷങ്ങൾ പോയ പോക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരും എത്തിയിരിക്കുകയാണ്. ഭീഷ്മപർവം എന്ന സിനിമയിലെ ഓരോ സീനിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത്. ഇങ്ങനെ ഭീഷ്മപർവത്തെ കുറിച്ച് പറയുമ്പോഴാണ് അവർക്ക് മുന്നിലേക്ക് അമൽ നീരദിന്റെയും മമ്മൂട്ടിയുടെയും വീണ്ടും ഒരു വരവ് കൂടി വരുന്ന കാര്യം അറിയുന്നത്. അതെ, അണിയറയിൽ അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം 2024 തന്നെ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ട്രേഡ് അനലിസ്റ്റുകളും മൂവി അനലിസ്റ്റുകളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു കാര്യം വലിയ ഹൈപ്പോടുകൂടി ആരാധകർ സംസാരിക്കുമ്പോൾ മറ്റൊരിടത്ത് മറ്റൊരു ഗംഭീര മമ്മൂട്ടി പ്രോജക്റ്റിനെ കുറിച്ചുള്ള വാർത്തകളാണ് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിക്ക് എക്കാലത്തും മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറുണ്ട്. യുവനിരയിലെ ആ ഡയറക്ടറുടെ പേര് അൻവർ റഷീദ് എന്നാണ്. രാജമാണിക്യം പോലെയും അണ്ണൻ തമ്പിയും പോലെയുള്ള മെഗാ മാസ് ചിത്രങ്ങൾ, വലിയ ഹിറ്റുകൾ അടിച്ച ചിത്രങ്ങൾ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇവർ വീണ്ടും ഒന്നിച്ചില്ല. ഒന്നിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഗംഭീര ഹിറ്റുകൾ പിറക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൻവർ റഷീദും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ പ്രോജക്റ്റ് ഏകദേശം ലോക്കാക്കി എന്ന രീതിയിലുള്ള ചില റൂമറുകളും സൂചനകളുമാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അൻവർ റഷീദ് ആയിരിക്കും. മമ്മൂട്ടിയുടെ ഇനി വരാൻ പോകുന്ന ചിത്രം പ്രൊഡക്ഷൻ A&A പ്രൊഡക്ഷനും മ്യൂസിക് സുശീൽ ശ്യാമും നിർവഹിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഗ്രാൻഡ് അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ അവർ പറയുന്നു. അൻവർ റഷീദിന്റെ അടുത്ത പടങ്ങൾ എന്ന് പറയുന്നത് ദുൽഖർ സൽമാന്റെയും ഫഹദ് ഫാസിന്റെയും ആയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിനുശേഷമായിരിക്കും മമ്മൂട്ടി പ്രോജക്റ്റിലേക്ക് എത്തുക എന്നതാണ് പുതിയ ഈ സൂചനകളെ വിവരിച്ചുകൊണ്ട് അവർ എത്തിയിരിക്കുന്നത്. ആ കൊച്ചി ഗാങ് വീണ്ടും ആക്റ്റീവ് ആകുന്നു എന്ന വിവരങ്ങളാണ് പറയുന്നത്. അമൽ നീരദിന്റെയും അൻവർ റഷീദിന്റെയും മമ്മൂട്ടി ചിത്രങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ വലിയ ബോക്സ് ഓഫീസ് ഹണ്ടിന് ഒരുങ്ങാൻ പോകുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ. കാരണം മമ്മൂട്ടി എന്ന മെഗാ താരം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചില ഗംഭീര ചിത്രങ്ങൾ കൂടി കൊണ്ടുവന്നാൽ അതിന്റെ പീക്ക് ലെവലിൽ എത്തിക്കാൻ കഴിയുമെന്ന് കൊച്ചി ഗാങ്ങിന് പോലും മനസ്സിലായി എന്നാണ് പുതിയ ഈ പ്രോജക്റ്റുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ റൂമറാണ്. എന്നാലും സാധ്യതകൾ ഉണ്ടെന്നാണ് പല മൂവി അനലിസ്റ്റുകളും പറയുന്നത്.